കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. 7 വർണ്ണങ്ങളും ചാലിച്ചു ചേരുന്ന അഭവമായ ഒരു കാഴ്ചയാണ് മഴവിൽ. മഴവില്ലിലെ 7 നിറങ്ങൾ കൂടി സംഗമിക്കുമ്പോൾ കാണുന്ന ഒരു ഇമ്പം കണ്ണിനിപ്പോഴും നമ്മൾ എത്ര കണ്ടാലും അത് നമുക്ക് കൊതി തീരുന്നില്ല. അതേപോലെ തന്നെ 7 നിറങ്ങൾ സംഗമിച്ചപ്പോൾ കാണാൻ ഭംഗിയുണ്ട് മഴവില്ലില്ലെങ്കിൽ ഒരു കുടുംബത്തിലെ 7 പേരും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഈ ഭംഗി അവിടെ കാണുന്നു. ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടമായ ഭംഗിയെ തിളക്കത്തോടു കൂടി വീണ്ടും തിരിച്ചു കിട്ടാൻ വേണ്ടി മഴവില്ല് പോലെയാവട്ടെ എല്ലാ കുടുംബങ്ങളും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ശ്രീഭദ്ര ഹായ് ഹായ് അഭിമാൻ ഹായ് ശ്രീപാർവതി ഹായ് സൂപ്പർ കിഡ്സിൽ പങ്കെടുക്കാൻ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ഇന്ന് വന്ന കുട്ടി മിടുക്കി കുട്ടി ലടുക്കി കിടുക്കി എന്നൊക്കെ പറയുന്നത് പോലെ എന്താ പേര്? ബദിയ ഭദ്രയല്ല ഭദ്ര. ഭദ്ര എന്നാണ് പേര്. അച്ഛന്റെ പേരെന്താണ്? കിഷോർ കിഷോർ. അമ്മയുടെ പേരോ? ശ്രീദേവി ശ്രീദേവി. ശ്രീദേവിയും കിഷോറിന്റെയും ഏറ്റവും അരുമ സന്തതിയാണ് ഈ ഇരിക്കണ ഭദ്ര എന്ന് പറയുന്ന ഭദ്ര. വീട്ടിൽ എന്തെന്നാ വിളിക്കുന്നത്? മിന്നൂന് മിന്നു. മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ പിടുക്കം. പട്ടിയുണ്ടോ വീട്ടില്? ഏത് പട്ടിയാ? പശു പിന്നെ പട്ടി പൂച്ച പശുവും പട്ടിയും പൂച്ചയുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? ആന ആനയുണ്ടോ? എത്ര ആനയുണ്ട്? പേരെന്താണ് ആനടാ? എലിഫന്റ് എലിഫന്റ്. ആനക്ക് എന്താ കൊടുക്കുന്നത്? പഴം പഴം. എത്ര പഴം കൊടുക്കും? ഉഷ്ടപ്പഴം. 2 പഴം. വേറെന്ത് കൊടുക്കും? പിണ്ണാക്ക്. ആനക്ക് പിണ്ണാക്കും കൊണ്ട് അണ്ണാക്കിലേക്ക് ചെല്ലുമ്പോൾ ഈ അണ്ണാക്കിലേക്ക് പിണ്ണാക്ക് കൊടുക്കണം. ഇതിനെ എടുത്ത് അണ്ണാക്കിലേക്ക് പോകും. ആനക്ക് പിണ്ണാക്ക് കൊടുത്താൽ ഓടിച്ചിട്ടിരിക്കും. അച്ഛൻ പറഞ്ഞു വേണ്ട. പിണ്ണാക്ക് കൊടുക്കുന്ന അച്ഛൻ പറഞ്ഞു പിണ്ണാക്ക് കൊടുക്കുന്ന അച്ഛനൊക്കെ പറഞ്ഞ് ആനക്ക് പിണ്ണാക്കെന്ന് പറഞ്ഞ ആനക്ക് കരിയ. ആനക്ക് എന്തൊക്കെയാ കൊടുക്കണത്? ആനക്ക് എന്തൊക്കെ കൊടുക്കും? പഴം തണ്ണിമത്തൻ. പിന്നെ ഒരു ലോഡ് തണ്ണിമത്തൻ ഇറക്കി ആനക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ. പിന്നെ വേറെ എന്തൊക്കെ കൊടുക്കും? എനിക്കറിയാം. പഴം. ഓക്കെ. പശു എന്തൊക്കെ തിന്നും? പശു എന്തൊക്കെ തിന്നും? പുല്ല് തിന്നും. പിന്നെ പശുവിന്റെ എന്തൊക്കെ തിന്നും? പിണ്ണാക്കും തിന്നും പുല്ലും തിന്നും. കംപ്ലീറ്റ് പിണ്ണാക്കിന്റെ ആളാ. പാല് തരും. പശു പാല് തരും. പിന്നെ എന്ത് തരും? പിന്നെ ഒന്നും തരത്തില്ല. പാല് മാത്രം തന്നിട്ട് പറയും പൊക്കോളാൻ പറയും. പാല് കുടിക്കാറുണ്ടോ? എത്ര ഗ്ലാസ് പാല് കുടിക്കും? 2 ഗ്ലാസ്. 2 പൊന്നിനും അതായത് പൊന്നു എന്ന് പറഞ്ഞാൽ ചേച്ചി. പൊന്നു 2 ഗ്ലാസ് കുടിക്കുമ്പോൾ മോനും 2 ഗ്ലാസ് കുടിക്കും. എത്ര മണിക്ക് എണീക്കും രാവിലെ? എത്ര മണിക്ക് എഴുന്നേക്കും രാവിലെ? 9 മണിക്ക് പല്ല് വെക്കും. 9 മണിക്ക് പല്ല് വെക്കും. ചായ കുടിക്കും. എത്ര മണിക്ക് എഴുന്നേക്കും? 5 മണിക്ക് എഴുന്നേക്കും. എത്ര മണിക്ക് കിടക്കും? ഇങ്ങനെ കിടക്കും. അത് എത്ര മണിക്കാണ് ഇങ്ങനെ ആയി പോണത്? അമ്മോടത്ത് ഇങ്ങനെ കിടക്കാൻ പറയും. മോനപ്പം എങ്ങനെ കിടക്കും? ഇങ്ങനെ കൂർക്കം ഭരിക്കുവോ? ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? അപ്പൊ പിന്നെ ഉറങ്ങുമ്പോ ഇങ്ങനെ ശബ്ദം കേൾക്കുവോ? കൂർക്കം പിന്നെ എങ്ങനെയാണ്? മറ്റേത് ആനയാണെങ്കിൽ ഈ കാണിച്ചതാണെന്ന് പറയാമോ? പശുവാ. അപ്പൊ പിന്നെ ഇങ്ങനെയാണോ കൂർക്കം ഭരിക്കണത്? ആ ഇങ്ങനെയാണ് ഇല്ലേ? അപ്പൂപ്പൻ. അച്ഛനോ? അമ്മയോ? ആരെ വീട്ടിൽ പാവം? അമ്മയാണോ അച്ഛനോ? അമ്മ എങ്ങനെയുണ്ട്? ആണോ? ഭയങ്കര സാധനമാണോ? കുറുമ്പിയാണോ? കുറുമ്പിയല്ല. തല്ലുവോ മോനെ? എവിടെയിട്ട്? മോനെന്ത് ചെയ്യും? എന്താ മോന് കഴിക്കാൻ ഇഷ്ടം? ചിക്കൻ. എത്ര ചിക്കൻ തിന്നും? 5. 5
ചിക്കൻ തിന്നാൻ ആൾ ഒരു ചിക്കൻ്റെ വലിപ്പം പോലും ഇല്ലല്ലോ. പാട്ട് പാടുവോ? അങ്കിൾ ഒരു പാട്ട് പാടും. ഒരു കൊച്ചു സമയത്ത് തലയിൽ മഴവിട്ട് അരികിഞ്ഞായിപ്പോ വന്നെങ്കിൽ ഒരു നോട്ട് കാണാൻ ഒരുമിച്ച് പോകാൻ പങ്കത്തെടുക്കത്ത് ഒന്നിച്ച് പോകാൻ. ഏത് പ്രകടന ജാഥയിൽ പങ്കെടുക്കാന്നാണ്? ദുഃഖത്തിൽ, സങ്കടത്തിൽ, ഉണ്ടെടുക്കാം. ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ടോ? എവിടെയാണ്? അക്കരെ അക്കരെ. ടീച്ചർ പറഞ്ഞ അവിടെ ഡാൻസ് കളിക്കുന്നു. വീഴുന്ന കമ്പ ചവിട്ട വീഴും. വീണിട്ടുണ്ടോ? ടീച്ചറാണ് പഠിപ്പിക്കണത്. ഒന്നൊന്ന് കമ്പ ചവിട്ടി. അയ്യോ, അപ്പൊ വീണ്. ഓൻ വീണിട്ടുണ്ടോ? ഇല്ല. ഓൻ വീടുവാ? ഇല്ല. ഉറപ്പാണ്? ഇന്നലെ കസേര ഞാൻ വീണു. അയ്യോ, അത് വല്ലതും പറ്റിയോ? എന്ത് പറ്റി? എങ്ങനെയുണ്ടായി? സുഖം ഉണ്ടായോ? ബൈക്ക് ഇടിച്ചു. എങ്ങനെ ഇടിച്ചു? ബൈക്ക് വന്ന് തട്ടി റോഡിൽ ഇറങ്ങിയപ്പോ. റോഡിൽ ഇറങ്ങിയപ്പോ ബൈക്ക് വന്ന് ഇടിച്ചു. ശ്രദ്ധിക്കണോട്ടാ. പൊന്നെ എന്നെ പിടിക്കാൻ നോക്കിയാൽ ഞാൻ ഓച്ചം. അപ്പൊ ബൈക്ക് വന്ന് മുട്ടി. ഇവിടെ ഇവിടെ ആ മുഴയുണ്ട്. തുടക്കണ്ട. പോവല്ലേ? ഒട്ടിച്ച് പ്ലാസ്റ്റിക് ഒട്ടിച്ച് വെച്ചപ്പോ. പ്ലാസ്റ്റിക് ഒട്ടിച്ച് വെച്ചേക്കാം. ഏത് ഹോസ്പിറ്റലിൽ പോയി? മാതാവ് ഒട്ടിച്ച്. മാതാവിനെ കൊണ്ടുപോയാ? ആണോ? ഇനി ഓടരുത് കേട്ടാ. നല്ല കുട്ടിയായിട്ട് നല്ല മിടുക്കിയായിട്ടൊക്കെ നിൽക്കണം. അച്ഛന്റെ പേരെന്താന്ന് പറഞ്ഞത്? കിഷോർ. അമ്മയുടെ പേര്? ശ്രീദേവി. അപ്പൂപ്പന്റെ പേരെന്താണ്? രാമനാരായണപിള്ള. എങ്ങനെ എങ്ങനെ? ഗോപിനാഥപിള്ള. ആരിന്ന്? ഗോപിനാഥപിള്ള. അമ്മൂമ്മയുടെ പേരെന്താണ്? സത്യവതി പുട്ടുമതി. സത്യവതി പുട്ടുമതി. ഏതാണോ? അച്ഛമ്മ സത്യവതി പുട്ടുമതി. സത്യവതി എനിക്ക് പുട്ടുമതി. മറ്റാ അമ്മാമ്മയുടെ പേരെന്താണ്? രമാദേവി. 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 അപ്പൊ മിടുക്കി നല്ല കുട്ടിയാണ്. ആരി? ശ്രീഭദ്ര. സൂപ്പർ. എന്താണ്? സൂപ്പർ. ഇങ്ങനെ കാണിക്കും. സൂപ്പർ സൂപ്പർ. നല്ല കുട്ടിയാണ്, മിടുക്കിയാണ്. സ്ഥലം എവിടെ എന്നാ പറഞ്ഞത്? നിങ്ങളുടെ വീട്? പേരൂര്. അപ്പൊ പേരൂര് ഞാൻ വരാം. അപ്പൊ എനിക്ക് എന്തൊക്കെ തരും? പ്രശ്നങ്ങളാ? ഭക്ഷണങ്ങൾ. ഞാൻ പ്രശ്നങ്ങളെന്നാണ് ദൈവമേ. പേരൂര് വരെ റിസ്ക് എടുത്ത് ചെയ്തിട്ട് കുറെ പ്രശ്നങ്ങളായിട്ട് തരേ. ഭക്ഷണങ്ങൾ എന്തൊക്കെ തരും? 1 2 3 4 5. എണ്ണാൻ പറയും അവിടെ ഇരുന്നു. എന്നിട്ട് നിങ്ങൾ ഇത് ഭക്ഷണം കഴിക്കും. നിങ്ങൾക്ക് തരും. എന്ത് തരും? ദൈവം കണ്ടു. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനെ എന്നെ വീട്ടിലേക്ക് വിളിച്ചതുപോലെ ആവരുത്. കാപ്പി കുടിച്ചിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ ഊണ് കഴിക്കുന്നതിന് മുമ്പ് നിനക്ക് പോകാം. അങ്ങനെ ആവുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. ആരുടെ വീട്ടിലേക്ക്? ശ്രീഭദ്രയുടെ വീട്ടിലേക്ക്, പേരൂരിലേക്ക്. കേട്ടാ? ഓക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അലസമായി മുടി ഇടാതെ വളരെ സരസമായി മുടി ഗൗരവത്തെ കാണുന്ന, അല്ലെങ്കിൽ ഗൗരവമായി മുടിയെ കാണും. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും ഇങ്ങനെ ദേഷ്യമുള്ളതുപോലെ നിൽക്കുകയാണ് ഇപ്പോൾ മുടി. ഇതാണോ സ്റ്റൈലി? ഇത് എത്ര നാളായി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒറ്റ ദിവസം ചെയ്യുള്ളൂ. ഇങ്ങനെയാണോ ക്ലാസ്സിൽ പോകുന്നത്? ക്ലാസ്സിൽ പോകുമ്പോൾ ഫെബ്രുവരി മര്യാദക്ക് അല്ല ചെന്നേക്കണമെങ്കിൽ ടീച്ചർ അതേപോലെ തന്നെ സ്പീഡിൽ ഇങ്ങോട്ട് വിടും. അവിടെയൊക്കെ നമ്മൾ നല്ല രസമായിട്ട് ഇടും. പൊതുവായ വേദികളിലൊക്കെ പോകുമ്പോൾ ഇത് നമുക്കൊരു ഹരമാണ്. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അപ്പാപ്പൻ, അമ്മാമ്മ, മമ്മി, പപ്പ, പാപ്പൻ, പാപ്പൻ, ചേട്ടൻ, അച്ഛൻ, കുടുംബം ആണോ? എല്ലാവരും കൂടെ ഒരുമിച്ചാണോ? ഒരു കല്യാണം നിങ്ങളെ വിളിക്കാൻ ഭയങ്കര പണിയായി വല്ല മുട്ടിപ്പായി പോകില്ല. വീട്ടിലൊരു ചടങ്ങുണ്ടെങ്കിൽ ഇനി എത്ര പേര് പോകും? ഈ ടീം മൊത്തം ഇനി വീട്ടിലുണ്ട്. മതിയല്ലേ? ഒരു ടീം മൊത്തം ഉണ്ടോടാ അല്ലേ? ആയിക്കോട്ടെ. നിങ്ങളപ്പോൾ കല്യാണ വീട്ടിലേക്കൊക്കെ നമ്മൾ കല്യാണം വിളിച്ചാൽ നിങ്ങൾ ജാത കഴിക്കണ പോലെ നിങ്ങൾ വരും അല്ലേ? ഏട്ടൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ദേവമാതയിലാണ്. ദേവമാത നല്ല സ്കൂളാണ്. അവിടെ ആരാ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്?
ഞാൻ അവര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഇരുന്ന് എന്റെ മുമ്പിൽ ഇരുന്ന് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ കാര്യത്തിലേ വരില്ല. എല്ലാത്തിലും ലീഡറാണ്. ക്ലാസ്സിൽ ലീഡറാണോ? ക്ലാസ്സിൽ ആരാ ലീഡർ? ജോപ്പനാ? ജോബൻ. നമ്മുടെ ക്ലാസ്സിൽ ആരാ ലീഡർ? എല്ലാത്തിലും ലീഡർ പുള്ളിയാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുള്ളിയായിരിക്കും അതിന്റെ ലീഡർ. വീട്ടിൽ ആദ്യം എഴുന്നേക്കുന്നതാണ്. വീട്ടിൽ ഇപ്പൊ നിങ്ങൾ വലിയ ടീമാണ്. വീട്ടിൽ ആദ്യം എഴുന്നേക്കണ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? ഇദ്ദേഹമാണ് എഴുന്നേക്കണത്. ഇദ്ദേഹമാണ് ആദ്യം ഉണരണത് 10 മണിക്കാണ്. അപ്പൊ ആ വീടിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കണം. പാട്ട് പാടുമോ നന്നായിട്ട്? ആരെ വീട്ടിൽ നന്നായിട്ട് പാട്ട് പാടുന്നത്? ആ പാട്ട് ഏതെങ്കിലും മക്കൾക്ക് കിട്ടിയത്? ഒരു പാട്ട് പാടിക്കും. ഇന്നറിയാം നമ്മുടെ പാട്ടിന്റെ ഗുണം. Where is Thumbkin? Where is Thumbkin? Here and why? Here and why? How are you this morning? How are you this morning? Very, very thank you. Very, very thank you. Ottowe, Ottowe, where is? ഇതാണ് നമ്മുടെ പള്ളിപ്പാട്ട്. നമ്മുടെ പള്ളിപ്പാട്ടാണ് ഞാൻ ചോദിച്ചത്. അത് ഒരെണ്ണം പാടാനാ പറഞ്ഞത്. അപ്പൊ അറിയാൻ പറ്റും വിവരം. അപ്പോ ആള് മിടുക്കനാണ്. പഠിച്ച് ഇപ്പൊ എന്താണ് വല്ല ലക്ഷ്യമൊക്കെ ഉണ്ട്? ആരായി തീരണമെന്നോ എങ്ങനെയെങ്കിലും പോകണമെന്നാ? സോഫ്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയറായി മാറണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഞാൻ പറഞ്ഞത് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു എഞ്ചിനീയറായിട്ട് മാറണം കേട്ടാ. 14 ഉദിച്ചത് മാനത്തു കല്ലായി കടമത്തു. എവിടെയാ വീട്? പത്തനംതിട്ടയിൽ എവിടെയാ? അച്ഛൻ എന്താ ജോലി? ആണോ? വില്ലേജ് ഓഫീസറാ. ഒരുപാട് പ്രശ്നങ്ങളും തിരക്കും ആൾക്കാർ അന്വേഷിച്ച് വരലും ചെന്ന് കഴിഞ്ഞ ഒരു സ്വസ്ഥതയില്ലാത്ത ജോലിയാണ് ഇല്ലേ? ഈ വില്ലേജിന്റെ മൊത്തം കാര്യങ്ങൾ ആ പ്രദേശത്ത് നടക്കുന്ന എല്ലാവരെ കുറിച്ചും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ. അമ്മയ്ക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? എന്താണത്? പാത്രം കഴുകൽ. ഹൗസ് വൈഫ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് പറഞ്ഞു. പാത്രം കഴുകലാണ്. അതാണ് ഹൗസ് വൈഫ്. വീട്ടില് പാത്രം കഴുകലാണോ പണി? ഹൗസ് വൈഫ്. അച്ഛന് വില്ലേജ് ഓഫീസർ. ഓക്കെ, ഞാൻ അംഗീകരിച്ചു. അമ്മ വീട്ടിൽ പാത്രം കഴുകി ജീവിതം നശിപ്പിക്കുക. വീട്ടിൽ വേറെ ആരുമില്ല? ചേട്ടന്റെ പേരെന്താണ്? വീട്ടിൽ അച്ഛനെ കാണാൻ ആളുകളൊക്കെ വരാറുണ്ടോ? അച്ഛനെ കാണാൻ ആരും വരാറുണ്ടോ? വെടി പൊട്ടിയത് ആന വന്നിട്ട്. വെടി പൊട്ടിയതല്ലേ ആന വന്നിട്ട്. എവിടെയാ വീടെന്ന് പറഞ്ഞത്? അറിയാതെയൊന്നും അല്ല, അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചതാ. പള്ളിയിലേക്ക് പോകാറുണ്ട്? പോകില്ലേ? നിങ്ങളെ കൊണ്ടുപോയിട്ടില്ലേ? നിങ്ങളും പോകാറുണ്ടോ? പിന്നെ നിരീശ്വരവാദിയാ. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനയുണ്ട്? മനസാക്ഷിക്ക് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യത്തില്ല. അതാണ് നമ്മൾ. എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പോയിന്റ്? എന്താ? അതായത് എനിക്ക് ഒരുപാട് പേരെ അറിയാം. എൻ്റെ ഓഫീസിലും അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലും ഭയങ്കര കൈക്കൂലിക്കാരായി. പക്ഷെ അവർ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് അവർ ഓഫീസിലോട്ട് വരത്തും. ഭയങ്കര വിശ്വാസികളാണ്, പക്ഷെ അവർ ഭയങ്കര കൈക്കൂലിക്കാരായി. അത് ഈ രംഗം പൊതുവെ എന്ന് വെച്ചാൽ ഏത് രംഗം ആയാലും വാങ്ങാൻ കഴിവുണ്ടെങ്കിൽ വാങ്ങിയിരിക്കും. എന്നിട്ട് ദൈവത്തിൻ്റെ പകുതി നമുക്ക് കൊടുത്തേക്കാന്ന് പറയുകയും ചെയ്യും. നമ്മളെ കൊടുക്കാറുമില്ല. നമ്മളങ്ങനെയല്ല. ഒരു വാങ്ങാറുമില്ല. ഒരു കക്ഷിയെ നമ്മളെ മാക്സിമം സഹായിക്കുക. സഹായം അതാണ് നമ്മൾ. അതാണ് നിരീശ്വരവാദം. അതാണ് നമ്മൾ ദൈവത്തിന് വിളിക്കേണ്ട കാര്യമില്ല. മോൻ ആരോടാണ് കൂടുതൽ ഇഷ്ടം? പപ്പനോടോ മമ്മി? കാര്യം എന്ന് വെച്ചാൽ മമ്മി ഇടക്ക് നന്നായിട്ട് തലോടും കഴുകും അല്ലേ? അപ്പം അതുകൊണ്ട് പഠിക്കാനൊക്കെ പറയും, TV കാണരുതെന്ന് പറയും, കളിക്കാൻ പോയാൽ ശല്യമായിട്ട് നിൽക്കും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അമ്മമാരെയൊന്നും അങ്ങനെ അത്ര വലിയ താല്പര്യമല്ല പലർക്കും. പക്ഷെ പപ്പയോട് ഇഷ്ടമാണ്. പപ്പ അങ്ങനെയൊന്നും പറയില്ല. പാട്ട് പാടുമോ? ഒരു പാട്ട്. പൂങ്കാമരത്തിൽ പാട്ടും മൂടി വന്ന ഞാലിപ്പൂങ്കതളിൽ വാഴ പൂലാതെ നിറഞ്ഞു
അകത്തെ നിറഞ്ഞു കത്തെ കത്തെ പൂങ്കാമരത്തിൽ പാട്ടും മോളി വന്ന പാട്ടും വന്ന ഞാലി പൂങ്കതളിൽ പൂക്കളിലകത്തെ നിറഞ്ഞ അകത്തെ നിറഞ്ഞ. ക്ലാസ് ടീച്ചറിന്റെ പേരെന്താണ്? പഠിച്ച് പഠിച്ച് നമ്മൾ മിടുക്കനാവും. ആരായി തീരണം? അച്ഛനെ പോലെ വില്ലേജ് ഓഫീസറോ ഡോക്ടറോ? എന്നിട്ട് നല്ലൊരു ഡോക്ടർ ആവണം. ക്ലാസ്സിൽ നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് പഠിക്കണം. പാട്ട് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത വർഷം നമ്മൾ തമ്മിൽ കാണുമ്പോൾ നന്നായിട്ട് പാട്ട് പഠിച്ചിരിക്കണം. നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. അടുത്ത ആളൊന്ന് കണ്ടിട്ട് വരട്ടെ. അച്ഛൻ BSNL ലാണ്. അപ്പം അമ്മ എവിടെയാണ്? അമ്മക്കൊരു ജോലി കൊടുക്കാന്ന് വിചാരിച്ചാൽ കൊടുക്കണോ? വേണ്ട. അച്ഛന് പൈസക്ക് നടക്കുക. ജോലി ഇല്ല, ഇപ്പോഴേ പൈസക്ക് നടക്കുക. അച്ഛനോ? അതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് അമ്മ പൈസക്ക് നടക്കുക. എന്നിട്ട് എവിടെന്നെങ്കിലും കിട്ടിയോ പൈസ? ചോദിച്ചോ ആരോടെങ്കിലും? ചോദിക്കാതെ എങ്ങനെ കിട്ടും? പൈസ വേണോ? വേണ്ട. എത്ര കാശ് വേണം? എന്തിനാണ് ഇപ്പൊ പൈസ അത്യാവശ്യം? അമ്മക്ക് തയ്ക്കാൻ ഇപ്പൊ കുറച്ച് പൈസ അത്യാവശ്യമുണ്ട്. തയ്യൽ മിഷ്യൻ വാങ്ങിക്കാനാണോ? പിന്നെ എന്തിനാണ് അമ്മക്ക് പൈസ? എന്തോ ഇടപാട് നടത്തിയിട്ട് ബാക്കി പൈസ കൊടുക്കാറുണ്ട്. അതിന്റെ ഓട്ടത്തിലാണ് രണ്ടുപേരും. അപ്പൊ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആൾക്കാർ വീട്ടിൽ വന്നോ ചോദിച്ചു? തയ്യൽ സാധനങ്ങളൊക്കെ പൂജക്ക് വെച്ചിട്ട് എടുക്കണമല്ല, എടുത്തു കഴിഞ്ഞ് തയ്ച്ച് കൊടുക്കണമല്ലോ. വീട്ടിൽ തയ്യലുണ്ടോ? കാശുമില്ല. തയ്യൽ സാധനങ്ങളൊക്കെ പൂജക്ക് വെക്കുകയും ചെയ്ത് അമ്മക്ക് വയ്യ. അച്ഛന് ഫോണിന്റെ പരിപാടിയാണല്ലേ? അമ്മയ്ക്കപ്പോ ജോലിയൊന്നും ഇല്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇവര് രണ്ടും കൂടി വഴക്കിടും. ആര് വഴക്കിടും? അമ്മ എന്തെന്ന് പറഞ്ഞ് വഴക്കിടും? അമ്മക്ക് പൈസയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അച്ഛനെ നേരെ കണ്ട അപ്പൊ പ്രശ്നം. വേറെ ആരെങ്കിലും അയൽവക്കത്ത് കണ്ടാ പ്രശ്നം, ബന്ധുക്കളെ കണ്ടാ പ്രശ്നം ആണോ? അപ്പൊ അച്ഛൻ എന്ത് പറയും അമ്മയോട്? അച്ഛൻ എന്ത് പറയും പൈസ ചോദിക്കുമ്പോ? അച്ഛൻ പൊടി എന്ന് പറയും. പൈസ ചോദിച്ചു വരാൻ നേരത്ത് അച്ഛൻ പറയും പൊടി, ഇങ്ങടുത്ത് പൈസ ഒന്നും ഇല്ലെന്ന് പറയും. അപ്പൊ അമ്മ എന്ത് പറയും? എത്ര നേരം കരയും? 5 നേരം. ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കാന്ന് പറയും. ഇത് അമ്മ 5 നേരം ഇരുന്ന് കരച്ചില്ല. 5 നേരം ഇരുന്ന് കരയണമെങ്കിൽ 15 പ്രാവശ്യം കാശ് ചോദിച്ചിട്ടുണ്ട്. അച്ഛനൊന്നും കൊടുക്കൂല. അച്ഛന് ശമ്പളം കിട്ടൂല. അപ്പൊ എന്തുണ്ടാകും? ഇതുവരെയും കണ്ടിട്ടില്ല. വല്ലതും വാങ്ങിത്തരുവോ? മോന് വല്ലതും വാങ്ങിത്തരുവോ? ഇതുവരെ ഒന്നും വാങ്ങിത്തരില്ല. പട്ടിണിയാണോ? വീടുണ്ടോ നിങ്ങൾക്ക്? വാടകയാണോ? സ്വന്തമായിട്ടാണോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേച്ചിയുടെ പേരെന്താണ്? സീരിയലാ? ശ്രീലക്ഷ്മി. ചേച്ചി എങ്ങനെയാണ് അമ്മനെ പോലെ കാശ് ചോദിച്ചു നടപ്പാണോ? വഴക്കുണ്ടാക്കും. ചേച്ചി അമ്മയോട് വഴക്കുണ്ടാക്കും, അമ്മ അച്ഛനോട് വഴക്കുണ്ടാക്കും. നിങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് പോണ ഫാമിലിയാണ്. എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടിയ വഴക്കും. ചേച്ചി അടിക്കും ചൂലുകൊണ്ട്. ചൂരല് കൊണ്ടല്ല, അപ്പോഴും ചൂല് കൊണ്ടാണ് അടിക്കണത്. അച്ഛൻ അമ്മ വേറെ ആരെങ്കിലും ചൂല് കൊണ്ട് അടിക്കുക? ചൂലുകൊണ്ടൊക്കെ അടി കിട്ടുക എന്ന് പറഞ്ഞാൽ പുറത്തു പറയാൻ കൊള്ളൂല്ല. രണ്ടെണ്ണത്തിനും കിട്ടിയിട്ടുണ്ടല്ലോ. എത്ര ചൂലുണ്ട് വീട്ടിൽ? നിങ്ങൾ രണ്ടുപേരും കൊണ്ടിട്ടുണ്ട് ചൂലടി? എല്ലാവർക്കും ജോലി വേണം. മോന് വേണോ ജോലി? ഈ ഉടുപ്പൊക്കെ ആരാ തയ്ച്ചത്? ഓ, അമ്മ തയ്ച്ചാലേ കൊള്ളൂലേ? അതെങ്ങനെയുണ്ട്? നല്ലത് ഏതാണ്? കടയിൽ നിന്ന് വാങ്ങണതാണ് അമ്മ തയ്ക്കുന്നതാണ്? പിള്ളേർക്ക് പോലും താല്പര്യമില്ല. അമ്മ ദൈവത്തോർത്ത് തയ്ക്കാൻ കടയിൽ നിന്ന് മേടിച്ചു തന്നതാണ്. അച്ഛൻ ഫോണിന്റെ പരിപാടിയാണ്. അച്ഛന് ഫോണുണ്ടോ സ്വന്തമായിട്ട്? വിളിക്കും അച്ഛൻ?
പാട്ട് പാടും, പാട്ട് പാടും, പാട്ട് പാടിക്കും അച്ഛാ. നീ തനിച്ചില്ലേ പേടിയാവല്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ വെയിലത്തും മഴയത്തും നടക്കല്ലേ ഈ നാടിൻ്റെ വെട്ടം കളയുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ നിഴൽ പോലെ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ നൽകി കുഞ്ഞു നുറുങ്ങുവട്ടം. ആ പാട്ട് ഇഷ്ടമാണ്, പഠിക്കുമോ മുഴുവൻ? ആര് പഠിപ്പിച്ചാണ് ഈ പാട്ട്? ചേച്ചി ശ്രീലക്ഷ്മി എന്നാണ്. ശ്രീലക്ഷ്മി ആണോ? ചേച്ചി നന്നായിട്ട് പാടുക? അച്ഛൻ പാടും, അമ്മയോ പാടും. ആണോ? ചൂല്ലടിയുണ്ട്, പാടുമുണ്ട്. ഈ ആഴ്ച വല്ലപ്പോഴും ചൂല് കിട്ടിയാ വന്നത്? കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാ? ഇന്ന് മിക്കവാറും ഒരെണ്ണം കിട്ടും. ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടാ. വീട്ടിൽ ചെന്ന ഉടനെ ചൂലെടുത്ത് മാറ്റി വെച്ചേക്കും. അങ്ങോട്ടല്ല പോകുന്നത്. ആ നല്ല കാര്യം. എവിടാ? മായപ്പഴ എവിടെ? അപ്പൊ അവിടെ ചെല്ലുമ്പോ കിട്ടാൻ സാധ്യത ഇല്ല. അപ്പൊ നാളെ ഉറപ്പാണ്, നാളെ റെഡിയായി നിന്ന് കേട്ടാ. അപ്പൊ അങ്ങനെ ഇങ്ങനെ എല്ലാവരും കൂടി വന്ന്, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഇച്ചിരി കുരുത്തക്കേട് കൂടി. ഫേസ് കണ്ട ഒരു കുത്തുവരാനോ തോന്നണം. ഇത് കള്ളത്തരയില്ലേ ഫേസില് കണ്ട? അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ആദ്യം സമ്മാനം കൊടുക്കാൻ പോണ ആർക്കാണ്? ആദ്യം മോക്ക്. അമ്മയുടെ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ മാറട്ടെ കേട്ടാ. കാൻഡിമാൻ്റെ ടീഷർട്ടും കാൻഡിമാൻ്റെ മിഠായിയൊക്കെ ഉണ്ട്, അതൊക്കെ തിന്നുമ്പോൾ എല്ലാം മാറും കേട്ടോ. ചൂലി ശ്രദ്ധിക്കുക കേട്ടാ. ഇനി നമുക്കൊന്ന് ഉണ്ണണം, ഉറങ്ങണം. അച്ഛനമ്മമാരോടൊപ്പം നമുക്ക് പോകാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ബായ് ബായ്.